ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ കൂടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് IMA ഡയറക്ടർ ഓഫ് ഗ്രോത്തും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ബിസിനസ് ഡെവലപ്മെന്റ് എല്ലാം കൈകാര്യം ചെയ്യുന്ന ഫെനിൽ വടക്കൻ സാറാണ്. ഹൈ സർ, വെൽക്കം. താങ്ക് യു വെരി മച്ച് സർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. നമ്മുടെ മാർക്കറ്റ് നന്നായി പോകുന്നു. IMA ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റ് ഗ്രോയിങ് സർട്ടിഫിക്കേഷൻ ബോഡി എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഐ എം വെരി മച്ച് അറ്റാച്ച്ഡ് ടു IMA ആൻഡ് I have seen the kind of growth. ഇന്ന് എനിക്ക് 2009 IMA 2018 ഞാൻ IMA ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞൊരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2500 മെമ്പേഴ്സ് ആയിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇന്ന് അതൊരു 14-15 ടൈംസ് ഇന്ന് ഗ്രോ ചെയ്ത് ഇന്ന് CMA എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോഴ്സായി മാറി എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിന് ഞാൻ പറയും എൻ്റെ എല്ലാ പാർട്ട്നേഴ്സും, പ്രത്യേകിച്ച് ചാണക്യ ബിസിനസ് സ്കൂൾ, CBS എന്ന് അറിയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒത്തിരി ഭാഗമായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്കിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഭാഗമായിട്ടാണ് CMA എന്നുള്ള ആ സർട്ടിഫിക്കേഷൻ ഇന്ന് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ സർട്ടിഫിക്കേഷനായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനൊത്തിരി സന്തോഷമുണ്ട്, അതൊരു കാര്യം. അതർവൈസ് ഓൾവേസ് ഹാപ്പി, ഓൾവേസ് ടു ബി വിത്ത് യു ഓൾ ഗൈസ്. അങ്ങനെ പോകും. ഓക്കെ സർ. ചാണക്യയുടെ ഭാഗത്ത് നമുക്കൊരു വലിയ സന്തോഷം കൂടെ പങ്കുവെക്കാനുണ്ട്. നമ്മുടെ റീസെൻറ്റ് വിൻഡോയിൽ ഇപ്പം ചാണക്യയുടെ തന്നെ സ്റ്റുഡൻ്റായ സബി ഇപ്പം 470 മാർക്സ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു മാർക്ക് എന്ന് പറയുന്ന ഒരു വലിയ അച്ചീവ്മെൻ്റ് അല്ലേ സർ? സോ അതിന് തീർച്ചയായിട്ടും നമ്മുടെ IMA മാർക്കിംഗ് സിസ്റ്റം പലപ്പോഴും ആൾക്കാർ ചോദിച്ചു വരാറുണ്ട്. സോ ദ മാർക്സ് ക്യാരി ദ കൈൻഡ് ഓഫ് വെയിറ്റേജ്, അല്ലെങ്കിൽ ആ കുട്ടി എത്രത്തോളം അതിനെപ്പറ്റി, അല്ല ആ കാൻഡിഡേറ്റ് അതിനെക്കുറിച്ച് എത്രത്തോളം പഠിച്ചു എന്നതിനെ പറ്റി കാണിക്കുന്നതാണ്. ഇപ്പോൾ 470 മാർക്സ് കിട്ടിയ ആളെ ഫസ്റ്റ് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അതിന് കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ ആളുടെ തന്നെ ഹാർഡ് വർക്കും നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ടുമാണ് അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. So definitely I want to see more such candidate, everyone making big remarks in this organization അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒത്തിരി അതുപോലെയുള്ള കാൻഡിഡേറ്റ്സ് സെയിമിൽ പഠിച്ച് പാസ്സായി വരട്ടെ. സോ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഇപ്പം നമുക്കറിയാം ഇത് വലിയൊരു പ്രചോദനമാണ്. ഇപ്പം CMA USA കോഴ്സ് എടുക്കാനുള്ള സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് സംബന്ധിച്ച് വലിയൊരു പ്രചോദനമാണ്. അപ്പം അങ്ങനെ തന്നെ CMA USA കോഴ്സ് എടുക്കാൻ വരുന്ന ഒരാൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട്. അതായത് അല്ലെങ്കിൽ തന്നെ ഒരു ഡൗട്ട്സ് ആണ്, ഇതൊരു ഷോർട്ട് ടേം കോഴ്സ് ആണോ, അത് തന്നെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? സോ ആസ് എ IMA ഗ്രോത്ത് ഡയറക്ടർ ഓഫ് ഗ്രോത്ത് എന്ന നിലയിൽ സാറിന് എന്താണ് ഈ ഒരു കാൻഡിഡേറ്റ്സിനോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നോ ഡൗട്ട് CMA എന്ന് പറയുന്നത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ, ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ സർട്ടിഫിക്കേഷൻ ഇൻ ഇന്ത്യയാണ്. അതിന് ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയും, ഒരു ലാസ്റ്റ് 4 to 5 years ആയിട്ട് പേഴ്സണലി ഐ ഹാവ് വിറ്റ്നസ്ഡ് ദ കൈൻഡ് ഓഫ് ഡിമാൻഡ് ആൻഡ് റിക്വയർമെന്റ് ഓഫ് CMA ഇന്ന് മാർക്കറ്റിലുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണ്, ഫൈനാൻസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു, ടെക്നോളജി, അനലിറ്റിക്സ്, റോബോട്ടിക്സ്, ഇതൊക്കെ മാർക്കറ്റ് വരുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ ഭാഗമായിട്ട് എനി ജോബ്സ് വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ നേച്ചർ ഇസ് ഗോയിങ് ടു ഗെറ്റ് ഓട്ടോമേറ്റഡ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പല ജോബ് പ്രൊഫൈൽസ്, പല സ്റ്റഡീസും പറയുന്നത് ഇന്ന് കാണുന്ന 50% ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ജോബ്സ് ഇനി നാളെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ജോബ് പോവോ എന്നുള്ളതാണ് പലപ്പോഴും വരുന്ന ഒരു ചോദ്യം. ഫൈനാൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്, ഞാൻ പറയും, അത് കുറേയും കൂടിയും ഒരു ഡിഫറൻറ്റ് സ്കില്ലോട് കൂടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ CMA എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഒത്തിരി വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫൈനാൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്ത് നമ്മുടെ സ്കിൽ സെറ്റ് ഓർഗനൈസേഷന് വേണ്ട അതേ സ്കിൽ സെറ്റ്സ് ആണ് CMA ബ്രിങ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അനലറ്റിക്സിൻ്റെയും ടെക്നോളജിയുടെയും ഇൻ്റഗ്രേഷൻ നമ്മുടെ പുതിയ സിലബസിൽ കൊണ്ടുവന്നതുകൊണ്ട് അത് മാത്രമല്ല, IMA മെമ്പർഷിപ്പിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ഫ്രീ കോഴ്സസ്, പോഡ്കാസ്റ്റ്, വെബിനാർ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ IMA അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ 4-5 വർഷം കൂടുമ്പോൾ IMA ഒരു ഗ്ലോബൽ സ്റ്റഡി നടത്തും. അതിന് നമ്മൾ പറയുക ജോബ് അനാലിസിസ് സ്റ്റഡി എന്നാണ്. അങ്ങനെ ആ ജോബ് അനാലിസിസിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് എന്താണ് ഒരു കോർപ്പറേറ്റിലോട്ട് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി ആ നോളേജ് നമ്മൾ
കൊണ്ടുവരുന്ന സിസ്റ്റമാണ് അത്. അതിന് നമ്മളൊരു IMA മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോമ്പറ്റൻസി ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ CMAയുടെ സിലബസിലുള്ള ചേഞ്ചസ് കൊണ്ടുവരും. അതുകൂടാതെ ബാക്കിയുള്ള കുറേ സ്കിൽസ് ലൈക്ക് ലീഡർഷിപ്പ് സ്കിൽസ്, എത്തിക്കൽസ് റിക്വയർമെൻറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ IMAയുടെ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഇന്ന് ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള പല കാര്യങ്ങളും IMA ടൈം ടു ടൈം നമ്മുടെ മെമ്പേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് ഒരു സോട്ട് ആഫ്റ്റർ അല്ലെങ്കിൽ ലൈക്ക് CMA is one of the sought after certification. Anyone who's getting into CMA, you are good in your application analysis, synthesis and evaluation skills. ഇന്ന് പലപ്പോഴും പല കോർപ്പറേറ്റ്സും there is a skill gap അല്ലെങ്കിൽ only 90% of graduates are employable എന്ന് പറയുന്നത് അത് വേറൊരു കാര്യം അല്ലെങ്കിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ സ്കിൽ സെറ്റ്സ് ഇല്ലാത്തതാണ്. എന്നാൽ CMAയുടെ ആ ലേണിംഗ് പാറ്റേണിൽ തന്നെ അല്ലെങ്കിൽ ആ ടെസ്റ്റിംഗ് പാറ്റേണിൽ തന്നെ നോളജ് കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ, ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് CMA കഴിഞ്ഞു വരുന്ന ഒരു കാൻഡിഡേറ്റിന് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കുറേ കൂടി അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു. അതുകൊണ്ട് പല കമ്പനീസും ഇന്ന് CMA റിക്രൂട്ട് ചെയ്യുന്നവർ പിന്നെയും CMAസിനെ അന്വേഷിച്ചു വരുന്ന ആ സിനാരിയോ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ സർട്ടിഫിക്കേഷൻ. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ പലരും പറയുന്ന കോഴ്സാണ് 2 പേപ്പറേ ഉള്ളൂ അല്ലെങ്കിൽ 2 എക്സാമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 12 കോർ പ്രാക്ടീസ് ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഈ 2 എക്സാമിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പഠിച്ചു വയ്ക്കും അല്ലേ. എന്നാൽ CMAയിൽ പഠിപ്പിക്കുന്നത് അവരത് നോളജും കോംപ്രിഹെൻഷനും മാത്രമല്ല, അടുത്തൊരു ലെവലിലോട്ട് അപ്ലിക്കേഷൻ അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും കൺസെപ്റ്റ്സ് ആണ് പഠിക്കുന്നത്. അത് എവിടെ യൂസ് ചെയ്യുന്നു, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് CMAയിലോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 2 എക്സാം ആണെങ്കിലും ഞാൻ പറയില്ല അതൊരു ഹാർഡ് ഓർ ഡിഫിക്കൽട്ട് എന്ന് പറയില്ല. സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രിപ്പറേഷനിലൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാവുന്ന കോഴ്സാണ്. മാത്രമല്ല ഇത് കുറേയും കൂടി എൻ്റർടൈൻ ചെയ്ത് പഠിക്കാവുന്ന ഒരു കോഴ്സാണ്. കാരണം ബൈഹാർട്ട് ചെയ്യുന്നതും മനസ്സിലാക്കി പഠിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ. ഐ എം എ പേഴ്സൺ പേഴ്സണലി ഐ ലൈക്ക് ടു ലേൺ തിങ്സ് ബൈ ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ കുറേയും കൂടി അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യാവുന്ന ഒരു കോഴ്സായിട്ടാണ് CMA ഞാൻ പറയുന്നത്. സോ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് certifications you can look at across the world. ഓക്കെ, താങ്ക് യു സർ. അപ്പം ഈ കോഴ്സിൻ്റെ എത്രത്തോളം റെലവൻസ് അല്ലെങ്കിൽ എത്രത്തോളം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണെന്നുള്ളത് സർ എല്ലാം ചുരുക്കി പറഞ്ഞു. അതോടൊപ്പം തന്നെ സർ ഒരു ചെറിയ ഡൗട്ടാണ്, ഇപ്പം നമ്മൾ കറൻ്റ്ലി ഈ കോഴ്സ് എടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമുക്ക് ഈ ഇന്നത്തെ ഈ ഒരു വാല്യൂ, ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം. ഒരു ഫ്യൂച്ചറിൽ അതായത് നമുക്കൊരു 5 years കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു IMAയുടെ ഭാഗത്ത് നിന്ന്, നമുക്ക് ഈ കരിക്കുലത്തിൻ്റെ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? സോ IMA ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IMA every 4 to 5 years go around the globe, ask the employers what kind of skill set you are expecting from your employees in the future, and ഞാൻ പറഞ്ഞു that we convert into a management accounting global competency framework. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സർട്ടിഫിക്കേഷനിലും നോളജിലും സ്കില്ലിലും എല്ലാം അപ്ഡേഷൻ നടത്തുന്നത്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം പലപ്പോഴും ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുള്ളത്, ഞാൻ ഇന്ന് CMA കഴിഞ്ഞു, പാസ്സായി, പുറത്തിറങ്ങി, 5 കൊല്ലം കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. സോ വെദർ മൈ സർട്ടിഫിക്കേഷൻ വിൽ ബി ഈവൻ വാലിഡ് ആഫ്റ്റർ ദാറ്റ്? ഇറ്റ്സ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ അല്ലേ. സോ ഇൻ ദിസ് സിനാരിയോ വാട്ട് ഹാപ്പൻസ്, ഇതാണ് ഒരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഇറങ്ങുന്ന ഒരു കാൻഡിഡേറ്റും ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിറങ്ങുന്ന കാൻഡിഡേറ്റും തമ്മിലുള്ള വാല്യൂ പ്രപ്പോസിഷൻ്റെ ഡിഫറൻസ്. ഇതിൽ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളൊരു MBA മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിയുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ആൻഡ് വൺസ് ഇൻ എ വൈൽ യു ഗോ ബാക്ക് ടു ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് എൻ അലുമിനി മീറ്റ് അല്ലേ. CMA കഴിഞ്ഞ ഒരാൾ, യു ആർ നോട്ട് സ്റ്റോപ്പിംഗ് യുവർ ജേർണി ദേ, യു ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ് യുവർ മെമ്പർഷിപ്പ്. IMAയുടെ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ നോളേജ്, സ്കില്ല് നമ്മുടെ മെമ്പേഴ്സിലോട്ട് കൊണ്ടുവരും. അത് നമ്മൾ പറയും CP ക്രെഡിറ്റ്സ് എന്ന് പറയും, ഇത്ര മിനിമം CP ക്രെഡിറ്റ്സ് വേണമെന്ന് പറയും. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നടക്കുന്നത് എന്തൊക്കെ ചേഞ്ചസ് ആണോ മാർക്കറ്റിൽ വരുന്നത്, ബിക്കോസ് യുവർ ഫൗണ്ടേഷൻ ഇസ് ഡെഫിനറ്റ്ലി സ്ട്രോങ് വിത്ത് CMA, യു നോ ഹൗ ടു തിങ്ക് റൈറ്റ്. പക്ഷേ പുതിയ ചേഞ്ചസ് വരുമ്പോൾ
കാര്യങ്ങൾ നമ്മൾ കോഴ്സസിലൂടെയും വെബിനാറിലൂടെയും അതുപോലെ തന്നെ ലൈവ് ഈവൻറ്റ്സ് പല ഈവൻറ്റ്സ് ലൈവ് ഈവൻറ്റ്സ് നടത്തും. ഇതിലൂടെയൊക്കെ നമ്മൾ മെമ്പേഴ്സിലോട്ട് പാസ് ഓൺ ചെയ്യും. സോ ദാറ്റ് വിൽ മേക്ക് യു ഓൾവേസ് ഷാർപ്പൻ യുവർ സെൽഫ് ആൻഡ് ടു ബി ഫോർ ദ ഇൻഡസ്ട്രി. സോ അതുപോലെയുള്ള എല്ലാ ചേഞ്ചസും IMA കൊണ്ടുവരുന്നതാണ്. ആൻഡ് വി ഓൾവേസ് വെൽക്കം ന്യൂ ഐഡിയാസ് ഫ്രം അവർ മെമ്പേഴ്സ്, ഇൻഡസ്ട്രി, ആൻഡ് വി വർക്ക് ടുവേർഡ്സ് വിത്ത് എവ്രി വൺ. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞു മെമ്പർഷിപ്പിനെ കുറിച്ചിട്ട്. ഇപ്പം ഒരുപാട് സ്റ്റുഡൻറ് മെമ്പർഷിപ്പിൽ തന്നെ ഒരുപാട് ചേഞ്ചസ്, അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ ഹൂ ഇസ് എലിജിബിൾ ഫോർ സ്റ്റുഡൻറ് മെമ്പർഷിപ്പ്, അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത്. അത് എനിക്ക് തോന്നുന്നത് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് നോട്ട് ഓൺലി സ്റ്റുഡൻറ് മെമ്പർഷിപ്പ്. IMAക്ക് 3 types of membership ഉണ്ട്. One is student membership, one is professional membership, and third one is academic membership. I thought of giving you more insights on that. So let me start with the last one, which is academic membership. Academic membership എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒരു കോളേജിലോ ഫുൾ ടൈം ആയി വർക്ക് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി മെമ്പറിന് IMAയുടെ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ് IMA അക്കാഡമിക് മെമ്പർഷിപ്പ്. സോ IMA അക്കാഡമിക് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാൾക്ക് IMAയുടെ ഓൾമോസ്റ്റ് 250+ കേസ് സ്റ്റഡീസിലോട്ട് ആക്സസ് ഉണ്ട്. അപ്പോൾ അത് ഫാക്കൽറ്റി മെമ്പേഴ്സിന് അവരുടെ സ്റ്റുഡൻസിനോട് പാസ് ഓൺ ചെയ്യാം. അതും ഒരു ബെനിഫിറ്റാണ്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദം. നൗ ദ സെക്കൻഡ് കാറ്റഗറി ഇസ് ദ പ്രൊഫഷണൽ മെമ്പർഷിപ്പ്. Anyone who is not a student or anyone who is into the young professional who is working or not working, not pursuing a full-time graduation or post-graduation, ആ എല്ലാ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരും പ്രൊഫഷണൽ മെമ്പേഴ്സ്. ഹൂ ഈസ് എ സ്റ്റുഡൻറ് മെമ്പർ? അതാണ് പലപ്പോഴും വരുന്നൊരു ചോദ്യം അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. കാരണം IMAയുടെ ഗ്ലോബൽ ഇതിൽ പറയുന്ന 6 ക്രെഡിറ്റ് പ്രോഗ്രാം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ടെർമിനോളജിയിൽ അത് കുറച്ചുകൂടി എലോബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാണ്. നമ്മൾ പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഫുൾ ടൈം യൂണിവേഴ്സിറ്റിയിൽ UGയോ PGയോ റെഗുലർലി ഒരു കോളേജിൽ റെഗുലറായി പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു വരാറുണ്ട്, അപ്പം ഞങ്ങളൊരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനും ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഐഡിയലി ഗ്രാജുവേഷൻ IMAയുടെ ഗ്രാജുവേഷൻ റിക്വയർമെൻറ്റിലേക്ക് അത് കൺസിഡർ ചെയ്യില്ലേ എന്നുള്ളത്. യെസ്, അത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും. നിങ്ങളൊരു ഡിസ്റ്റൻ്റ് ആണെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനാണ് റെഗുലർ ആണെങ്കിലും ഏത് കാറ്റഗറിയിൽ റെഗുലർ ആയിട്ടുള്ള ഒരു AICTE അല്ലെങ്കിൽ UGC അപ്രൂവ്ഡ് ആയിട്ട്, ഇന്ത്യയിലാണെങ്കിൽ AICTE UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് IMAയുടെ ഗ്രാജുവേഷൻ റിക്വയർമെൻറ്റിലേക്ക് എടുക്കും. ഈ candidates definitely, if you are doing this kind of a program, definitely you can do under the professional category. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയൊരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് നമ്മൾ റെഗുലറായിട്ട് അവരുടെ പാരൻസാണ് അവരെ ആൾക്കധികം ഫണ്ട് ചെയ്യുന്നത്. അങ്ങനെ റെഗുലറായിട്ട് അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒരു യൂണിവേഴ്സിറ്റിയും റെഗുലറായി അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ സ്റ്റുഡൻറ്റ് മെമ്പേഴ്സായിട്ട് IMAയുടെ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് കാറ്റഗറിയിൽ നമ്മൾ ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുന്നത്. ഐ ഹോപ്പ് I clarified the question. സർ, ഇപ്പം മെമ്പർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് അല്ലാത്തൊരാൾ അതിന് എലിജിബിൾ ആവുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഒരാൾ മിസ്റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, IMA stands for the ethics. You learn ethics. You are joining and signing an ethical statement while you register with IMA. ഈ എത്തിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് നിങ്ങളെ മിസ്റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾക്ക് വരും. ഫസ്റ്റ്. ഇനി ബീയിങ് ഓർ ഗെറ്റിംഗ് ഇൻ ടു എ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ, അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ് ആർ നോട്ട് ആക്സെപ്റ്റഡ് എനിവെയർ. നമുക്കതിന് ഒത്തിരി എക്സാമ്പിൾ ഉണ്ട് അല്ലേ. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, പലരും ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ എന്തുകൊണ്ടാണ് IMA ഈവൻ ഒറിജിനൽ മെറ്റീരിയൽസ് വെച്ച് പഠിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലൈക്ക് നിങ്ങളുടെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യരുതെന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി യു വോണ്ട് ഗെറ്റ് എനിത്തിങ്. കാരണം ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് എത്തിക്സ്. നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ കമ്പനികളുടെ പേര് പറയുന്നില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ അറ്റ്ലീസ്റ്റ് വൺ എല്ലാവർക്കും അറിയാവുന്ന കാര്യം സത്യം അല്ലേ. നമ്മൾ സത്യം കമ്പനീസിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സ് ഇസ് പ്ലേയിങ് എ ബിഗ് റോൾ ഇൻ ദ ഗ്ലോബൽ വേൾഡ് റൈറ്റ് നൗ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈൻ ചെയ്യുന്ന എത്തിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രകാരം നിങ്ങളൊന്നും എഗെയിൻസ്റ്റ് ചെയ്യാൻ പാടില്ല.
And in case if IMA come to know that, you can go up to expel yourself from the program as well. IMA can take a decision to expel a candidate. ആൻഡ് പലപ്പോഴും നമ്മളത് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ IMA ആരെങ്കിലും എന്തെങ്കിലും അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ് കാണുകയാണെങ്കിൽ നമ്മൾ അവരെ എക്സ്പെൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുവരെ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും മെച്ചുവേർഡ് ആണ്, നമ്മളെല്ലാവരും എത്തിക്കലായിരിക്കണം. സോ ട്രൈ ഓൾവേസ് ടു ഫോളോ ദ എത്തിക്കൽ പാർട്ട് ആൻഡ് ദ എത്തിക്കൽ പ്രോസസ്സസ് when you work with, or when you prepare for professional certification or even otherwise in life. യെസ്, എക്സാക്ട്ലി സർ. അതുപോലെ തന്നെ ഈ CMA ക്വാളിഫൈഡ് ആവുന്ന ഒരുപാട് സ്റ്റുഡൻസിന് വരുന്ന ഡൗട്ട്സ് ഉണ്ട്. ഈ CPE ക്രെഡിറ്റ്സിനെ കുറിച്ചിട്ട് എന്താണ് CPE, അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചൊന്ന് സാർ പറയോ? ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ച ആ ചോദ്യത്തിൽ അതേ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കഴിയുന്ന ഒരാൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് എ സ്റ്റാമ്പിങ്. കാരണം ഒരു കമ്പനി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കേഷൻ വിത്ത് ദ സ്റ്റാറ്റസ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് ദാറ്റ് പേഴ്സൺ നോസ് ദ റെലവൻറ്റ് നോളജ് ഇൻ ദാറ്റ് ഇൻഡസ്ട്രി. അവിടെയാണ് CP കണ്ടിന്യൂസ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം, എന്തിനാണ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ? അതിനുള്ള ഉത്തരം, ഇന്ന് ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ചേഞ്ചസും ഒരു പ്രൊഫഷണൽ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരിക്കാൻ നിങ്ങൾ ഇനി വേറൊരു ക്വാളിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ IMA തന്നെ ഒത്തിരി വെബിനാർസ്, പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ലൈവ് ഈവൻറ്റ്സ്, IMAയുടെ തന്നെ ഒത്തിരി കോഴ്സസ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ചേഞ്ചസ്, ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചസും അതിൻ്റെ റെലവൻസും ഇമ്പോർട്ടൻസും മനസ്സിലാക്കി IMA ഇതുപോലെയുള്ള കോഴ്സസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഇത് റെഗുലറായി അറ്റൻഡ് ചെയ്യുകയും ഈവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ ലേണിംഗ് നടത്തുന്നതിലൂടെ നിങ്ങളുടെ CPE റിക്വയർമെൻറ്റ്സ് ആണ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നത്. അതാണ് നമുക്ക് എന്താണ് CPE റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഇത് നിങ്ങൾ ഒരു കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ട, പല കമ്പനികളും, നിങ്ങളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പോയിട്ട് പറയുകയാണ് യു ആർ എ CMA ക്വാളിഫൈഡ്, നിങ്ങൾ അറിയാതെ തന്നെ പലപ്പോഴും ചില കമ്പനീസ് IMAയിലോട്ട് മെയിൽ അയക്കും. അപ്പോൾ ചോദിക്കും whether that person is an active member or active CMA or whether the person holds the CMA certification. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്, അവിടെ IMAയുടെ മെമ്പർഷിപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം CMA സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ് യു കംപ്ലീറ്റഡ്, യു ഗോട്ട് ദ സർട്ടിഫിക്കറ്റ്, ബട്ട് ഇൻ ഓർഡർ ടു യൂസ് യുവർ ടൈറ്റിൽ CMA you need to be an active member and you need to update yourself through CPE requirements. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ try to learn new things which is happening in the industry from not only through IMA sources, there are many other sources which also you can submit and check whether that carries certain CPE requirements, and especially if you are doing any courses which is NASPA certified, like it's an agency who certified courses, and that also give you certain CPE credits which is mentioned in that. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് കണ്ടിന്യൂ, യു ആർ പാർട്ട് ഓഫ് എ ബിഗ് കമ്മ്യൂണിറ്റി, യു ഷെയർ റീസ്കിൽ ആൻഡ് അപ്സ്കിൽ and also ensure that you get all the relevant skills which is happening in the industry. ഓക്കെ സാർ. ഇപ്പം CMA USA കോഴ്സ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളുണ്ട്. അപ്പം CMA USA എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി, അതായത് കറൻ്റ്ലി പെർസ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും കൂടെ അറിയാൻ താല്പര്യമുണ്ടാവും. വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി, അതിനെക്കുറിച്ച് സാർ കുറച്ച് പറയാം. See, definitely, as I told you, the kind of acceptance and recognition of CMA in the last 4 to 5 years grown tremendously high in this market. ഞാൻ ഇന്ന് പറയും, ഇന്ന് CMA ഒരു one of the most sought after ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് CMA പഠിച്ചിറങ്ങിയ കാൻഡിഡേറ്റ്സ് പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു തുടങ്ങി. What happened when they start working, the organization or the team members start realizing what value they bring to the table. ഇന്ന് പലപ്പോഴും ഞാൻ കാണുന്നത് നമ്മളുടെ തന്നെ പല കാൻഡിഡേറ്റ്സ് സീനിയേഴ്സായിട്ട് പഠിച്ച് പാസ്സായി അവിടെ ജോലി ചെയ്യുന്നവർ, they are recruiting their own team members when they give, and then they give preference to CMAs. അതൊരു സൈഡ്. What happened, I told you in one of the earlier questions,
especially when the finance transformation happening, we are moving from the repetitive jobs from analytical and thinking or concept-oriented jobs. ഇവിടെ CMA വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് F&A, FP&A, കോസ്റ്റിംഗ്, പ്രൈസിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, റിസ്ക് അനലിസ്റ്റ് ഓർ CFO സർവീസസ് ഓർ ഫിനാൻഷ്യൽ കൺട്രോളർഷിപ്പ്, ഈ ഒരു ജോബ് പ്രൊഫൈലിലാണ് പ്രത്യേകിച്ച് CMA പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സ് കൂടുതൽ പ്ലേസ് ആവുന്നതും കൂടുതൽ ഫ്ലറിഷ് ആവുന്നതും. മാത്രമല്ല, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് CMA കഴിഞ്ഞ ഒരാളെ ഈ ഒരു പ്രൊഫൈലിൽ ആണ് അവർ പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ സി എ മച്ച് ബെറ്റർ റിട്ടേൺ ഇൻ എവറി ഫോർമാറ്റ്. നമ്മുടെ പല കമ്പനീസും CMAസിനെ റിക്രൂട്ട് ചെയ്യുന്ന പല കമ്പനീസും നമ്മളോട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ദ application and thinking skills of CMA is much higher than many others. I'm not saying any other certification is bad, but I'm saying the skill set or this, which CMAs carry when they go and start working in a corporate, അവിടെ കൂടുതൽ ആ ലേണിംഗ് പാറ്റേണിലൂടെ തന്നെ നമുക്കൊരു അനലിറ്റിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഓർ സ്ട്രാറ്റജിക് സ്കിൽസ് ആണ് അവർ CMAയിലൂടെ ലേൺ ചെയ്യുന്നത്. സോ ഓൾ ദീസ് helped IMA to, or CMA has grown as one of the most sought after certification from industry, not only in India, across the world, but definitely as a professional body, we are not into placements, but we work very closely with corporates across, and we are still continuing that journey. And wherever we go and we say that how CMA can help in your organization and which profiles they can help you, അങ്ങനെ സംസാരിച്ച് നമ്മൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നുണ്ടല്ലോ. അതിലുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴി അറിയിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം വൺ സൈഡ് ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും കാൻഡിഡേറ്റ്സ് പ്ലേസ് ആവാത്തത്. കാൻഡിഡേറ്റ്സ് പലപ്പോഴും പ്ലേസ് ആവാത്തതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഓർ ദ പ്രൈമറി ഇഷ്യൂ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. അത് പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്ന കേരളം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും നന്നാവില്ല, കേരളം കടന്നാലാണ് ഞാൻ നന്നാവുന്നത്, അല്ലേ? അപ്പോഴാണ് നമ്മുടെ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ പറയും, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും, അതുകൂടെ തന്നെ കുറച്ച് പ്രസൻറ്റേഷൻ സ്കിൽസ്, അതുപോലെ ഇൻ്റർവ്യൂ സ്കിൽസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറേ പ്രാക്ടീസ്. ഇതിന് വലിയ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. ഒന്ന് യൂട്യൂബ് തുറന്നാൽ തന്നെ ഒത്തിരി കാറ്റഗറീസ്, ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്, അല്ലേ? ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് വിത്തിൻ 3 to 4 months you can make yourself different. With your knowledge plus your skills, you can conquer anywhere you want. അതുപോലെ തന്നെ CMA കറന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് ഒരുപാട് തെറ്റായ ധാരണകൾ എത്തുന്നുണ്ട്. അതായത് ഇപ്പം 6 മാസം കൊണ്ട് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് തെറ്റായ ധാരണകൾ എത്തുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് IMAയുടെ ഒരു ഭാഗത്തുനിന്ന് സാറിന് പറയാനുള്ളത്? ശരിയാണ്, ഞങ്ങൾ പലപ്പോഴും കണ്ടുവരുന്ന ചില അഡ്വർടൈസ്മെന്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി കോഴ്സ് പ്രൊവൈഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് IMA അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. IMAയുടെ സ്റ്റാൻഡ് പോയിന്റിൽ നമ്മൾ പറയുന്നത് 12 to 18 months for someone who want to prepare for CMA. ഇത് പറയുമ്പോൾ അവിടെ പ്രൊഫഷണൽസ് ഉണ്ട് ആൻഡ് സ്റ്റുഡൻസ് ഉണ്ട്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IMA ഇത് പറയുമ്പോൾ പലപ്പോഴും അതൊരു പ്രൊഫഷണൽ ആംഗിളാണ്. കാരണം ഇന്ത്യയിൽ ശരിയാണ്, ഒരു 66% ആൾക്കാർ CMA ചെയ്യുന്നത് യങ് സ്റ്റുഡൻസ് ആണ്. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു 90-95% കൂടുതൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആണ് CMA ചെയ്യുന്നത്. പലപ്പോഴും പല കൺട്രീസിലും CMA എന്ന് പറയുന്നത് അവരുടെ ലീഡർഷിപ്പ് പൊസിഷനിലേക്കുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഇവിടെ ശരിയാണ്, പലപ്പോഴും നമ്മൾ ഏർലി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ പഠിക്കാറുണ്ട്. ഈ നമ്മുടെ ലേണിംഗ് ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ചിലപ്പോൾ 6 മാസം കൊണ്ട് അവർക്ക് അവരുടെ സിലബസ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു കംപ്ലീറ്റ് വിത്തിൻ 6 months എന്ന് പറഞ്ഞാൽ, ഞാൻ തുടങ്ങിയ ഉടനെ തന്നെ പരീക്ഷ എഴുതണം, പിന്നത്തെ അടുത്ത പരീക്ഷ എഴുതണം. കാരണം in a year only there are 3 exam windows, which is Jan, Feb, May, June and September, October. അത്രയും പഠിച്ച് നോളജ് ഉള്ള ഒരാൾ
അല്ലെങ്കിൽ ഒരു വെരി സീനിയർ ലെവലിലുള്ള ആളാണ്, ഇതിനെപ്പറ്റി എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ മേ ബി ദേ ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷേ ഒരു റെഗുലർ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു റെഗുലർ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരാൾക്ക് അവർക്ക് അവരുടെ ജോബ് മാനേജ് ചെയ്യണം, അതിൻ്റെ കൂടെ പഠിക്കണം. അതൊന്ന്. സ്റ്റുഡൻസ് ആണെങ്കിൽ ദേ കംസ് ഫ്രം ദ ബാക്ക്ഗ്രൗണ്ട് വിച്ച് ദേ റിയലി നീഡ് ടു വർക്ക്, ബിക്കോസ് CMA ടെസ്റ്റ് ചെയ്യുന്നത് നോളജും കോംപ്രിഹെൻഷനും മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസിന് ആ ഒരു രീതിയിൽ ചിന്തിക്കാനും എഴുതാനും പഠിച്ചാൽ മാത്രമാണ് അവർക്ക് CMA പാസ്സാവാൻ പറ്റുള്ളൂ. സോ ഞാൻ പറയും ഒരു പ്രൊഫഷണലിന്, I mean, if they are with good number of years of experience, maybe 6 months to 12 months is maybe good enough to write both. But if you can manage with your work pressure, otherwise I would say 12 to 18 months. Students and ഞാൻ പറയും 12 months to 24 months. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ കോഴ്സ് പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്നത്. വി നോ ദാറ്റ് ഇറ്റ് ടേക്സ് ടൈം ബിക്കോസ് വി നീഡ് ടു ട്രെയിൻ ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ് വിത്ത് ഓൾ ദ കൺസെപ്റ്റ്. ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഞാൻ പറയും, പ്രത്യേകിച്ച് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് CMA പഠിപ്പിക്കുന്നതിലത്തെ റിസൾട്ട് വളരെ നന്നായി കാണുന്നത് എന്നുള്ളത്. കാരണം അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം IMA സംബന്ധിച്ച് വി വുഡ് ലൈക്ക് ടു സീ മോർ പീപ്പിൾ ജോയിനിങ് IMA. ബട്ട് അതിനേക്കാൾ കൂടുതൽ IMAയിൽ നമ്മൾ കണ്ടുവരുന്നത്, നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കുട്ടികൾ അത് കഴിഞ്ഞ് പരീക്ഷ എഴുതുന്നതും അവരത് കഴിഞ്ഞ് പാസ്സാവുന്നതും ആൻഡ് ദെൻ ദേ ഫ്ലറിഷ് ഇൻ ദ ഇൻഡസ്ട്രി. ഇതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കാൻഡിഡേറ്റിനെ പഠിച്ച് അത് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് you need to learn CMA from learning angle, knowledge angle, as well as from the exam passing angle. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതൊരു 10 months to 1 year വരെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് സ്പെസിഫിക്കലി ഫോർ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി. അപ്പം അങ്ങനെ ചെയ്യുന്നിടത്ത് നമുക്ക് വളരെ നല്ല റിസൾട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ പറയും അങ്ങനെ ചെയ്യുന്നവരാണ് ദേ ആർ ആക്ച്വലി ബിൽഡിങ് ദ ഫ്യൂച്ചർ ലീഡേഴ്സ്, ബിക്കോസ് ദേ ഗോ ടു ദ മാർക്കറ്റ് വിത്ത് ഗുഡ് പാസ്പോർട്ട്. കാരണം പഠിച്ച ഒരു നല്ലൊരു പെർസെൻറ്റേജ് പാസ്സാവുക എന്ന് പറയുന്നതാണ് ഈ കോഴ്സിൻ്റെ ഒരു സക്സസ് ആയി കാണുന്നത്. അപ്പോൾ ഷോർട്ട് ടേം പറ്റില്ല എന്നോ പറ്റുന്നോ അല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ലേൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 12 to 18 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന കോഴ്സാണ്. അതിനേക്കാൾ കുറഞ്ഞെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എക്സ്പീരിയൻസ് ആയി ഈ ടോപ്പിക്കൊക്കെ വളരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെ സർട്ടിഫിക്കേഷന് വേണ്ടി മാത്രം എടുക്കുകയാണെങ്കിൽ മേ ബി ദാറ്റ് പേഴ്സൺ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്. ഈ ചാണക്യ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത് 2014 ജേർണി ആരംഭിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പം 2025 എത്തി. അപ്പം ഈ ഒരു ചാണക്യ ബിസിനസ് സ്കൂളിൻ്റെ ഈ ഒരു ജേർണി വിറ്റ്നസ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ സാറിന് എന്താണ് ഇതിനെക്കുറിച്ച്? CBS അല്ലെങ്കിൽ ചാണക്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഞാൻ പറയും, എനിക്കൊരു സന്തോഷമുള്ള കാര്യം, നമ്മൾ ഒരു 2014 4 സ്റ്റുഡൻറ്റിനെ വെച്ച് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ഓൾമോസ്റ്റ് 1000+ സ്റ്റുഡൻസ് ഇവിടെ എവറി ഇയർ ജോയിനിങ് ഫോർ CMA ആൻഡ് പ്രിപ്പയറിങ്. ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു ജേർണി അല്ല. ശരിയാണ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് CMAയുടെ അവയർനെസ് രീതികൾ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കൂടുതലാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു സ്ഥാപനം തുടങ്ങുക, ആ ഒരു വിഷനോടുകൂടി കാൻഡിഡേറ്റ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ആൻഡ് ഐ നോ ദാറ്റ് യു വെൻ ത്രൂ ലോഡ് ഓഫ് സ്ട്രഗിൾസ് ഇൻ ദ ബിഗിനിങ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് 2018 ഞാൻ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ശരിയാണെങ്കിൽ 2018 അവസാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ചാണക്യ ബിസിനസ് സ്കൂളിന് മീറ്റ് ചെയ്യുന്നത്. എനിക്ക് അവിടെ തോന്നിയ ഒരു ഫസ്റ്റ് കാര്യം, നമ്മുടെ ഒരു സിസ്റ്റം, ഒരു അപ്രൂവൽ സിസ്റ്റം അന്ന് വേറെ ഒരു പാറ്റേണിലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ദ ഡെഡിക്കേഷൻ ലെവൽ ഓഫ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ദ ഫാക്കൽറ്റി മെമ്പേഴ്സ്. ഇന്ന് ഞാൻ പറയും, ഇന്ന് ചാണക്യ, ഇന്ന് IMAയുടെ വൺ ഓഫ് ദ പ്ലാറ്റിനം പ്രൊവൈഡർ, വൺ ഓഫ് ദ 5 പാർട്ട്നേഴ്സ് പ്ലാറ്റിനം പ്രൊവൈഡേഴ്സ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ഭാഗം ആ മാനേജ്മെൻറ്റിൻ്റെയും ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെയും അവരുടെ കാൻഡിഡേറ്റ്സിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. പലപ്പോഴും ഞാൻ അവരോട് ബിസിനസ് ഡിസ്കഷൻ നടത്തുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഇതിനെ ചാരിറ്റി ആണോ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം പലപ്പോഴും അവരുടെ ഒരു മാർജിൻ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷനേക്കാൾ കൂടുതൽ കാൻഡിഡേറ്റ്സിൻ്റെ ഗ്രോത്തിനും കാൻഡിഡേറ്റ്സിൻ്റെ പാസ് റേറ്റിനും അല്ലെങ്കിൽ അവരുടെ പ്ലേസ്മെൻറ്റ്സിനും അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനും വേണ്ടി ചാണക്യ ബിസിനസ് സ്കൂൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സക്സസ് സ്റ്റോറി നമ്മൾ കണ്ടുവന്നിരിക്കുന്നു. പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഞാൻ ചാണക്യ എന്ന് സാറിനെ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര് വരാറുണ്ട്. CBS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വളർച്ചയിൽ
ഞാൻ കഴിഞ്ഞ കൊല്ലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 800 സ്റ്റുഡൻസിനെയാണ് നമ്മൾ അവിടെ ഫെലിസിറ്റേറ്റ് ചെയ്തത്. ബോത്ത് പാർട്ട് കംപ്ലീറ്റ് ചെയ്തവരും അതുപോലെ ഒരു പാർട്ട് ക്ലിയർ ചെയ്തവരുമായിട്ടുള്ള ഒത്തിരി കാൻഡിഡേറ്റ്സ്. ഞാൻ പറയുന്നത് ആ ഒരു സക്സസ് ആണ് ഇന്ന് ചാണക്യയാക്കുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു നോ ദാറ്റ് you are expanding towards Dubai, and now Chanakya is also a platinum provider in India as well as in Dubai. സോ ഒരു പുതിയ മാർക്കറ്റിലോട്ട് കയറുന്നു. അവിടെയും ഒരു വലിയൊരു വിഷനോട് കൂടിയിട്ടാണ് അവിടെ പോകുന്നത്. യു ആർ സ്പെൻഡിങ് ടൈം മോർ ദാൻ ലുക്കിംഗ് അറ്റ് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം ദെയർ. അതിനേക്കാൾ കൂടുതൽ യു വാണ്ട് ടു എക്സ്പാൻഡ് യുവർ മാർക്കറ്റ്, യു വാണ്ട് ടു സപ്പോർട്ട് മോർ പീപ്പിൾ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ആ ഒരു ജേർണിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നും ആ റിലേഷൻഷിപ്പ് വൺ ഇസ് പാർട്ട്ണർ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വരെ നിൽക്കുന്ന ഒരു സ്മോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി ടീമാണ് ചാണക്യയുള്ളത്. ആൻഡ് ഓൾവേസ് സീ പീപ്പിൾ ഓൾവേസ് ഗിവ് ബാക്ക്. എവ്രി വൺ ഇസ് പാഷനേറ്റ്. ഐ തിങ്ക് ദാറ്റ് മെയ്ഡ് ചാണക്യ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഈ 2025 CMA USA കോഴ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒരു കോഴ്സ് പ്രൊവൈഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്? വെരി ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോഴ്സോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തിനാണ് ആ കോഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ഐ വോണ്ട് ടു സീ എസ് ഇൻ മൈ ഫ്യൂച്ചർ. ഞാൻ എവിടെയാണ് എന്നെ ഫ്യൂച്ചറിൽ കാണേണ്ടതെന്ന് ഞാൻ നോക്കണം. അടുത്ത ചോദ്യം, പ്രത്യേകിച്ച് കോമേഴ്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് ഇതിൽ കൂടുതൽ CMAയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഏതൊരു ഫീൽഡിലോട്ടാണ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഇൻട്രസ്റ്റ്, വേർ ഐ വോണ്ട് ടു ബി എന്നുള്ളതായിരിക്കണം അടുത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് കയ്യിൽ കിട്ടും അല്ലേ. ചിലർ പറയും എനിക്ക് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഫീൽഡിലാണ് പോകാൻ താല്പര്യം, അതിന് ഒത്തിരി നല്ല കോഴ്സസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ചിലർ പറയും എനിക്ക് ബാങ്കിങ് ഫീൽഡിലോട്ട് കയറണം, അല്ലെങ്കിൽ എനിക്ക് ഐ വോണ്ട് ടു ബി ഇൻ ടു മാർക്കറ്റിംഗ്, ഐ വോണ്ട് ടു ബി ഇൻ ടു ഓപ്പറേഷൻസ്, ഐ വോണ്ട് ടു ബി ഇൻ HR അല്ലേ. ഇതെല്ലാം നല്ല പ്രൊഫഷൻസാണ്. പിന്നെ നോക്കണ്ട, ഓക്കെ എനിക്ക് ഫിനാൻസിലോട്ടാണ് അല്ലെങ്കിൽ ഫിനാൻസ് അക്കൗണ്ടിങ് ഡൊമൈനിലോട്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അതിൻ്റേതായ കോഴ്സുകളും കാര്യങ്ങളും നോക്കി. അത് കഴിഞ്ഞ് നോക്കേണ്ടത് എന്താണ് ഓരോ കോഴ്സും ഡെലിവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നോളജ് നമ്മൾ ലേൺ ചെയ്യുന്നത്. ഓരോ കോഴ്സിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഏത് കോഴ്സ് എടുക്കാൻ എന്ന് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ കോഴ്സ്, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. ഒത്തിരി യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഓരോ പ്രൊഫഷണൽ ബോഡിയുടെയും ഒതൻറ്റിക് വെബ്സൈറ്റിൽ കയറി ആ കോഴ്സിനെ കുറിച്ചൊരു ബേസിക് ഇൻഫർമേഷൻ കിട്ടുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സോഴ്സും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തോളൂ. അപ്പോൾ യു ഗെറ്റ് എൻ ഐഡിയ വാട്ട് ഈസ് ദിസ് ക്വാളിഫിക്കേഷൻ അബൌട്ട്, വാട്ട് യു ആർ ഗോയിങ് ടു ലേൺ, ഹൗ യു ആർ ഗോയിങ് ടു ടെസ്റ്റ്, വാട്ട് ആർ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ദാറ്റ്, എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചിന്തിക്കേണ്ടത് വെദർ ദാറ്റ് ഈസ് മൈ കരിയർ ആസ്പിറേഷൻ. ആൻഡ് ഇഫ് യു സേ യെസ്, എസ്പെഷ്യലി വെൻ ഞാൻ പറയും CMA കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ലെവലിലോട്ട് അല്ലെങ്കിൽ കുറേ കൂടി ആൾക്കാരുമായി സംസാരിച്ച് കൂടെ വർക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ, അല്ലെങ്കിൽ യു വാണ്ട് ടു ബി എ ലീഡർ, യു ഡോണ്ട് വാണ്ട് ടു ബി എൻ ഓഡിറ്റർ, or you don't want to get into the transactional job, but you want to move more towards decision making role or analytical role or support role or strategic decision role. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറയും CMA എന്നുള്ളത്. എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് CMA പഠിച്ചു തുടങ്ങി നാളെ പോയി ഡിസിഷൻ എടുക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. സോ ദാറ്റ് ഹെൽപ്പ് യു ടു ടേക്ക് യു ടു എ ഡിസിഷൻ മേക്കിംഗ് റോൾ ആസ് എ CMA, ആസ് എ സർട്ടിഫിക്കേഷൻ. സോ വൺസ് യു ഡിസൈഡഡ്, then you look at, we do have approved providers. സോ അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് IMA കൊടുക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടൻ കാലാവധിയിൽ ഈ കോഴ്സ് റണ്ണ് ചെയ്യുകയും അവർ അതിൻ്റെ സക്സസ് കൊണ്ടുവരികയും ചെയ്താൽ അത് കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസാണ്. അല്ലാതെ തുടങ്ങുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് അല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും അവരുടെ ക്വാളിറ്റിയും നോക്കിയിട്ടാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അപ്രൂവ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്നത്. So you can definitely choose our approved providers. In that, definitely we do have platinum, gold, silver providers. Definitely all these providers are dedicated, but these titles are given on multiple parameters, including
quantitative and qualitative parameters, which includes the number of candidates studying there, how many students are every year going and writing, and what percentage of candidates are writing the exam, and what percentage of candidates are passing out of from that institute. Apart from that, especially when it comes to gold and platinum, we also look at how that training institute is working and supporting IMA, and also supporting the candidate in the holistical growth of the candidate, not only into teaching and passing the exam, and even in the other relevant skills. ഇപ്പോൾ ഞാൻ ഇന്ന് CBSE ആയതുകൊണ്ട് പറയല്ല, ബട്ട് ഐ എം വെരി ഹാപ്പി ടു സേ CBSE അവരുടെ അക്കാഡമിക് മാത്രമല്ല നോക്കുന്നത്. They also look at communication skills, interview skills, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതുപോലെ മറ്റുള്ള ചില കോഴ്സസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട്കം, ഞാൻ പറയുന്നത് ഫാക്ടറീസ് അല്ല, ബട്ട് ഐഡിയലി ഹെൽപ്പ് യു വിത്ത് ലോട്ട് ഓഫ് നോളേജ് വെൻ യു സ്റ്റെപ്പ് ഔട്ട്, ആൻഡ് ദാറ്റ് ഇസ് വെയർ യു ക്യാൻ ഗ്രോ ഫ്രം ദ. അപ്പം അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ IMAയുടെ ഫീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം റെക്കോർഡിലേക്ക് മേടിക്കുക. കാരണം പലപ്പോഴും ചില കുട്ടികൾ പറയാറുണ്ട്, അല്ലെങ്കിൽ 1-2 കംപ്ലയിൻറ്റ്സ്, നോട്ട് മോർ ബട്ട് 1-2 കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്, ഞങ്ങളോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് എടുത്തത്, ഞങ്ങൾക്ക് IMA ആയിട്ടുള്ള അപ്രൂവലിൽ നിന്ന് അറിഞ്ഞിരുന്നില്ല, ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്തത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട്. So whatever they communicate, please make sure that you get it record. So tomorrow when you raise some concerns, you have something. But you should not fall into that. Always look at IMAയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ CMA കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ IMAയുടെ എല്ലാ അപ്രൂവ്ഡ് കോഴ്സ് പ്രൊവൈഡേഴ്സിൻ്റെ നെയിംസ് ലിസ്റ്റഡ് ആണ്. You can check that. And you can also check with IMA India office. We do have an office in India which is based out of Bangalore. You're always welcome to support you. You can write to us and we can help you out if you had any further question. But definitely studying with an approved provider makes lot of difference. ഓക്കെ, താങ്ക് യു സർ. ഇപ്പം കറൻ്റ്ലി CMA എടുക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റിനും അതുപോലെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഇനി വരാനിരിക്കുന്ന ആൾക്കും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ സർ എല്ലാ ഏരിയയിലും ടച്ച് ചെയ്തിട്ട് സർ പറഞ്ഞു. സോ താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ ടൈം. I think more than you thanking me, I want to thank you because ഞാൻ പറയും, if IMA is grown, it is because of our partners and our members. They are the only 2 people helped IMA to grow. ഇന്ന് I joined as a manager and now I'm working as a director. ഈ ഒരു ലോകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ IMA എന്ന സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡി ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിലും, CMA എന്ന സർട്ടിഫിക്കേഷൻ ഗ്രോ ചെയ്തിട്ട് നമ്മുടെ പാർട്ട്നേഴ്സാണ് അതിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത്. So I want to thank Chanakya Business School for all your support, your management, your faculty members, the entire team, like, helping IMA as well as our candidates to grow and succeed in their journey. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു സന്തോഷം, എനിക്കും കിട്ടുന്നൊരു സന്തോഷമാണ് അത്. സോ I continue that journey helping more and more people in the future years to come. Thank you. താങ്ക് യു സർ.